നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പാലാരിവട്ടം പാലം സർക്കാരിന് പൊളിച്ചു പണിയാമെന്ന് സുപ്രീം കോടതി. ഭാരപരിശോധന നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി. 6 മാസത്തിനകം ഹർജി ഹൈക്കോടതി തീർപ്പാക്കണം. പൊതുജന താൽപര്യാർത്ഥം നിർമ്മാണം പെട്ടെന്ന് നടത്തണമെന്നും സുപ്രീം കോടതി. നിയമസഭാ കയ്യാങ്കളി കേസ് പിൻവലിക്കണമെന്ന സർക്കാർ അപേക്ഷ കോടതി തള്ളി. പൊതുതാൽപര്യം പരിഗണിച്ച് കേസ് പിൻവലിക്കണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. ഇതിനെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവടക്കം നൽകിയ ഹർജി അംഗീകരിച്ചാണ് തിരുവനന്തപുരം CJM കോടതിയുടെ ഉത്തരവ്. നിയമസഭാ കയ്യാങ്കളി കേസിൽ കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേസ് പിൻവലിക്കണമെന്ന സർക്കാർ അപേക്ഷ തള്ളിയതോടെ സർക്കാരിന്റെ തെറ്റായ നയമാണ് കോടതി തിരുത്തിയത് എന്നും ചെന്നിത്തല. KT ജലീലിന്റെ രാജിക്കായി ജില്ലാ കേന്ദ്രങ്ങളിൽ UDF ഉപരോധം. ഖുറാന്റെ മറവിലുള്ള സ്വർണ്ണക്കടത്ത് ജലീൽ സമ്മതിച്ചെന്ന് KPA മജീദ്. വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിച്ചെന്ന് ഉമ്മൻചാണ്ടി. സംസ്ഥാനത്ത് അപ്രഖ്യാപിത വിമോചന സമരമെന്ന് കോടിയേരി. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് വിവിധയിടങ്ങളിൽ ഇന്നും പ്രതിഷേധം. കൊല്ലം കളക്ടറേറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ഗ്രനേഡും ജലപീരങ്കിയും പ്രയോഗിച്ചു. തൃശൂരിൽ KSU പ്രവർത്തകർക്ക് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ NIA കസ്റ്റഡിയിൽ വിട്ടു. വെള്ളിയാഴ്ച വരെയാണ് സ്വപ്നയെ NIA കസ്റ്റഡിയിൽ വിട്ടത്. കേസിൽ 3-ാം പ്രതി സന്ദീപ് നായർക്ക് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ സിയാപ്റ്റിൽ NIA പരിശോധന. ജീവനക്കാരുടെ മൊഴിയെടുത്തു. കോൺസുലേറ്റിൽ നിന്ന് കൈമാറിയ ഖുറാൻ സിയാപ്റ്റ് വാഹനത്തിലായിരുന്നു മലപ്പുറത്ത് എത്തിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനത്തിൽ സംശയം ഉന്നയിച്ചു KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കസ്റ്റംസ് കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു. പല ഉദ്യോഗസ്ഥർക്കും CPM ബന്ധമുണ്ട്. അന്വേഷണത്തിൽ കസ്റ്റംസ് പരാജയപ്പെട്ടു. അന്വേഷണ സംഘത്തെ ആരോ വിലക്കുന്നുണ്ടെന്നും മുല്ലപ്പള്ളി. അവശ്യവസ്തു നിയമ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. സവാള, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കുകൾ, ഭക്ഷ്യ എണ്ണ, ഉരുളക്കിഴങ്ങ് എന്നിവയെ അവശ്യവസ്തുക്കളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഇവയുടെ വില നിർണ്ണയ അധികാരം സർക്കാർ കൈവിട്ടു. വൻതോതിൽ പൂഴ്ത്തിവെപ്പിനും വില വർധനവിനും ഇടയാക്കുമെന്ന് പരാതി. തീവ്രവാദി ആക്രമണങ്ങളിലെ ഇരകൾക്ക് അഖിലേന്ത്യാ തലത്തിൽ മെഡിക്കൽ ദന്തൽ സീറ്റുകളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ്. കൊല്ലപ്പെട്ടവരുടെ ജീവിത പങ്കാളി, മക്കൾ എന്നിവർക്കാണ് അർഹത. അഖിലേന്ത്യാ മത്സര പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനമെന്ന് വിവിധ സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ്. കാർഷിക മേഖലയിലെ കുത്തകകളെ നിയന്ത്രിക്കാൻ പുതിയ ബിൽ വേണമെന്ന് പ്രതിപക്ഷം. പ്രതിപക്ഷ MPമാരുടെ ഉപവാസ സമരം അവസാനിപ്പിച്ചു. രാജ്യത്തെ കർഷക പ്രക്ഷോഭം ശക്തമായി തുടരുന്നു. പുറത്താക്കിയ MPമാരെ തിരിച്ചെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം രാജ്യസഭ ബഹിഷ്കരിച്ചു. ഈ സമ്മേളന കാലയളവിൽ സഭയിൽ ഇരിക്കില്ലെന്ന് കോൺഗ്രസ് സഭാ കക്ഷി നേതാവ് ഗുലാം നബി ആസാദ്. സർക്കാരിന്റെ പ്രമേയം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് സസ്പെൻഷൻ നടപടിയെന്ന് സഭാധ്യക്ഷൻ വെങ്കയ്യ നായിഡു. കാർഷിക ബില്ലുകൾക്കെതിരെ വ്യാഴാഴ്ച മുതൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രക്ഷോഭം. രാജ്ഭവൻ മാർച്ച്, കർഷക ദിനാചരണം, രാഷ്ട്രപതിക്ക് നിവേദനം നൽകൽ അടക്കമുള്ള പരിപാടികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കർഷകരെ വഞ്ചിക്കുന്ന പ്രധാനമന്ത്രി നുണ ആവർത്തിക്കുകയാണെന്നും കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കർഷക ബില്ലിനെ പിന്തുണച്ച രാഷ്ട്രീയ പാർട്ടികളെ സാമൂഹ്യമായി ബഹിഷ്കരിക്കുമെന്ന് ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. ബില്ലുകൾക്ക് അംഗീകാരം നൽകരുതെന്ന് നേതാക്കൾ രാഷ്ട്രപതിയോടും ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CPMന്റെ രാജ്യവ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്ത് GPOയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ എല്ലാം കോർപ്പറേറ്റുകളാണ് നിയന്ത്രിക്കുന്നത് എന്ന് കോടിയേരി. പാർട്ടിയിലോ സർക്കാരിലോ നേതാക്കളുടെ മക്കൾ ഇടപെടുന്നത് ശരിയല്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. നേതാക്കളുടെ മക്കൾ ചെയ്യുന്ന തെറ്റ് ചുമക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കില്ല. ഇത്തരം ഇടപെടലുണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കുമെന്നും ജയരാജൻ. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിക്കെതിരായ ഹർജിയിൽ കേരളത്തിനും തമിഴ്നാടിനും സുപ്രീം കോടതി നോട്ടീസ്. കേന്ദ്ര ജല കമ്മീഷൻ നിലപാട് അറിയിക്കണം. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കും. തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് വൻ കഞ്ചാവ് വേട്ട. 200 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് CIയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്.
കേരള തീരത്ത് ഉയർന്ന തിരമാലയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. തൃശൂർ പീച്ചി ഡാമിലെ വൈദ്യുതോൽപാദന കേന്ദ്രത്തിലേക്കുള്ള വാൽവ് തകരാറിലായി. വാൽവിന്റെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നു. നേവിയുടെ സഹായത്തോടെയാണ് വാൽവിൽ കുടുങ്ങിയ മരത്തടികൾ മാറ്റാൻ ശ്രമിക്കുന്നത്. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ മുകളിൽ. 3 ദിവസമായി പോസിറ്റിവിറ്റി നിരക്ക് 11 മുകളിൽ. ദേശീയ ശരാശരി 9.3. ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കേരളം 6ാമതെത്തി. സംസ്ഥാനത്ത് 2910 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 3022 പേർ രോഗമുക്തി നേടി. 24 മണിക്കൂറിനിടെ 25848 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 13 പ്രദേശങ്ങളെ പുതിയതായി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി. 12 പ്രദേശങ്ങളെ ഒഴിവാക്കി. കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർക്ക് കോവിഡ്. മറ്റു ഉദ്യോഗസ്ഥർക്ക് ആന്റിജൻ ടെസ്റ്റ് നടത്തി. കൊച്ചിയിലെ ഇടി ഓഫീസ് അണുവിമുക്തമാക്കി 2 ദിവസം അടച്ചിടും. പുതുച്ചേരി ഗവൺമെന്റ് വിപ്പിന് കോവിഡ്. ചീഫ് വിപ്പ് RKR അനന്തരാമനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ പഞ്ചായത്ത് ഇന്നു മുതൽ 2 ആഴ്ചത്തേക്ക് പൂർണ്ണമായും അടച്ചിടും. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കാർഷിക പരിഷ്കരണ ബില്ലിനെതിരെ പ്രതിഷേധിച്ച എളമരം കരീമും KK രാഗേഷും ഉൾപ്പെടെയുള്ള MPമാരെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനെതിരെ ഇന്ന് CPM പ്രതിഷേധം. കോവിഡ് മാനദണ്ഡം പാലിച്ചു വൈകിട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ പാർട്ടി ഘടകങ്ങളോട് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കാർഷിക ബില്ലിനെതിരെ പ്രതിഷേധിച്ച MPമാരെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടപടി ജനാധിപത്യത്തിനെതിരായ കടന്നാക്രമണമാണ്. കർഷക ജീവിതം എക്കാലത്തേക്കും ദുരിതത്തിൽ മുക്കാനുള്ള നിയമനിർമ്മാണമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നും മുഖ്യമന്ത്രി. എറണാകുളം മലയാറ്റൂർ പാറമട സ്ഫോടനത്തെക്കുറിച്ചുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആരംഭിച്ചു. പെരുമ്പാവൂർ DYSP ബിജുമോന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. സംഭവത്തിൽ കലക്ടർ മജിസ്ട്രേറ്റിയൽ അന്വേഷണത്തിനും ഉത്തരവിട്ടിരുന്നു. സാലറി കട്ടിൽ സമവായമുണ്ടാക്കാൻ ധനമന്ത്രി വിളിച്ച സർവീസ് സംഘടനകളുടെ യോഗം വൈകിട്ട് 4-ന്. യോഗം വിളിച്ചത് ഭരണാനുകൂല സംഘടനകളും സാലറി കട്ടിനെതിരെ രംഗത്ത് വന്നതോടെ. സാലറി കട്ട് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൌൺസിലിന്റെ നിലപാട്. മാസത്തിൽ 6 ദിവസം എന്നത് 5 ദിവസമായി കുറച്ച് സമവായമുണ്ടാക്കാൻ സർക്കാർ നീക്കം. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നതിന് പിടിയിലാകുന്നവർക്ക് പിഴ അടക്കമുള്ളവ ചെല്ലാൻ ഓൺലൈൻ സംവിധാനം ഉദ്ഘാടനം ചെയ്തു. പരിശോധനയ്ക്കെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈവശമുള്ള ചെറിയ ഉപകരണത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, വാഹനത്തിന്റെ നമ്പർ എന്നിവ നൽകിയാൽ എല്ലാ വിവരങ്ങളും ഉടനടി ലഭ്യമാകുന്നതാണ് ചെല്ലാന്റെ പ്രത്യേകത. കണ്ണൂർ കണ്ണവത്തെ STPI പ്രവർത്തകർ സലാഹുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. RSS പ്രവർത്തകരായ അമൽ രാജ്, റിഷിൽ എന്നിവരെയാണ് കണ്ണവം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരും കണ്ണവം ചുണ്ട സ്വദേശികളാണ്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5ആയി. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അനുവദിക്കുന്ന തുക വർദ്ധിപ്പിച്ചു ഉത്തരവ് പുറപ്പെടുവിച്ചതായി ആരോഗ്യ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി KK ശൈലജ. 2 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത്. കൊല്ലം അഴീക്കലിൽ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ബോട്ടുടമയെ കാണാതായി. അഴീക്കൽ സ്വദേശി സുധൻ ആണ് മരിച്ചത്. 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. കണ്ണൂർ ജില്ല വീണ്ടും കലാപഭൂമിയാക്കാൻ CPM ശ്രമിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് ബോംബ് നിർമ്മാണത്തിനിടെ മട്ടന്നൂരിൽ CPM പ്രവർത്തകന്റെ വീട്ടിൽ നടന്ന സ്ഫോടനം. CPMന്റെ നിയന്ത്രണത്തിൽ കണ്ണൂർ ജില്ലയിൽ പല ഭാഗത്തും ആയുധ നിർമ്മാണം തകൃതിയായി നടക്കുന്നുവെന്നും മുല്ലപ്പള്ളി. പുതിയ KPCC സെക്രട്ടറിമാർ സെപ്റ്റംബർ 29 രാവിലെ 11 ചുമതല ഏറ്റെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഉമ്മൻചാണ്ടിയെ ചടങ്ങിൽ ആദരിക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. MC ഖമറുദ്ദീൻ MLA പ്രതിയായ ഫാഷൻ ഗോൾഡ് പണമിടപാട് കേസിൽ ജ്വല്ലറി അക്കൗണ്ട് പരിശോധിക്കാൻ അന്വേഷണ സംഘം. അക്കൗണ്ട് പരിശോധിക്കുമെന്നും നിക്ഷേപങ്ങൾ എങ്ങനെ എത്തിയെന്ന് വ്യക്തമാക്കുമെന്നും ക്രൈംബ്രാഞ്ച് സംഘം വെളിപ്പെടുത്തി. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതിയായ MC ഖമറുദ്ദീൻ MLAയെ ചോദ്യം ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് SP KK മൊയ്ൻകുട്ടി. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. മഹാരാഷ്ട്രയിലെ
ഭിവണ്ടിയിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ചവരുടെ എണ്ണം 20 മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് അധികൃതർ. മരിച്ചവരിൽ 8 കുട്ടികൾ ഉൾപ്പെടുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ 20-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം. കാർഷിക ബില്ലുകൾക്കെതിരെയുള്ള പ്രക്ഷോഭം രാജ്യത്തിന്റെ കൂടുതൽ മേഖലകളിലേക്ക്. വിവിധ സംസ്ഥാനങ്ങളിൽ കർഷകർ തെരുവിൽ അണിചേർന്നു. അഖിലേന്ത്യാ കിസാൻ സഭ, സംയുക്ത കർഷക പ്രക്ഷോഭ വേദിയായ അഖിലേന്ത്യാ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി തുടങ്ങി വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞുവെന്ന് കേന്ദ്ര സർക്കാർ. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 27.63% കുറവാണ് ഉണ്ടായത് എന്ന് വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയെ അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതേ സമയം 21.58 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഇറക്കുമതിയാണ് നടന്നത് എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ചൈന ആദ്യം പിന്മാറണമെന്ന ഉറച്ച നിലപാടുമായി ഇന്ത്യ ചൈന ഉന്നത സേനാ കമാൻഡർമാർ തമ്മിൽ നടന്ന 6ാം വട്ട ചർച്ചയിലാണ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇരു സേനകളും തുല്യ ദൂരം പിന്നോട്ട് മാറുക എന്ന തീരുമാനം നടപ്പിലാകാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ നിലപാട് കടുപ്പിച്ചത്. ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ സുരക്ഷാ സൈനികരെ വഹിച്ചുകൊണ്ടുള്ള വാഹനം പുഴയിലേക്ക് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. നക്സലുകൾക്കെതിരായ ഓപ്പറേഷനിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്നു സൈനികർ. ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റിലായ മാധ്യമപ്രവർത്തകൻ രാജീവ് ശർമ്മയുടെ കസ്റ്റഡി കാലാവധി നീട്ടി. 7 ദിവസത്തേക്കാണ് കാലാവധി നീട്ടിയത്. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട രേഖകൾ കൈവശം വെച്ചതിനാണ് രാജീവ് ശർമ്മയെ അറസ്റ്റ് ചെയ്തത്. റിയ ചക്രവർത്തി അറസ്റ്റിലായ മയക്കുമരുന്ന് കേസിൽ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ സുഹൃത്തുക്കളായ സാറ അലിഖാൻ, ശ്രദ്ധ കപൂർ, രാഹുൽ പ്രീത്, സിമോനെ ഖമ്പാട്ട എന്നിവരെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത JNU മുൻ വിദ്യാർത്ഥി ഉമർ ഖാലിദ് കുടുംബത്തെ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. കലാപമുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി എന്നാണ് ഉമർ ഖാലിദിന് മേൽ ചുമത്തിയ കുറ്റം. കൂട്ടബലാത്സംഗം, പോക്സോ കേസുകളിലായി തടവിൽ കഴിയുന്ന മുൻ ഉത്തർപ്രദേശ് മന്ത്രി ഗായത്രി പ്രജാപതിയുടെ ജാമ്യം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. 2017 മാർച്ചിലാണ് പ്രജാപതി അറസ്റ്റിലായത്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 80% കടന്നു. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 55 ലക്ഷം കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പ്രതിദിന കണക്കിലും മരണനിരക്കിലും കുറവ് രേഖപ്പെടുത്തി. കോവിഡ് ബാധിതരെയും അവരുടെ സമ്പർക്കവും നിരീക്ഷിക്കാനായി ഇറക്കിയ ആരോഗ്യ സേതു ആപ്പിൽ രജിസ്റ്റർ ചെയ്തത് 15.7 കോടി ഉപയോക്താക്കൾ. ലോക്സഭയിൽ കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് ധോത്രയാണ് ഇക്കാര്യം അറിയിച്ചത്. കൂടുതൽ ഉപഭോക്താക്കളുള്ള ആപ്പായി ആരോഗ്യ സേതു മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് വാക്സിനായ സ്പുട്നിക് 5നായി റഷ്യയുമായി ഇന്ത്യ അടക്കം 10ലധികം രാജ്യങ്ങൾ പ്രാഥമിക കരാറിൽ ഒപ്പുവെച്ചു. നിരവധി രാജ്യങ്ങളുമായി ചർച്ച തുടരുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 1.2 ബില്യൺ ഡോസ് വാക്സിനുള്ള അഭ്യർത്ഥന റഷ്യയ്ക്ക് ലഭിച്ചു എന്നാണ് റിപ്പോർട്ട്. കോവിഡ് ബാധ രൂക്ഷമായ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നാളെ വീഡിയോ കൂടിക്കാഴ്ച നടത്തും. മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായാണ് കൂടിക്കാഴ്ച. മലബാർ വന്യജീവി സങ്കേതത്തിന് ചുറ്റും പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപനത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ കരട് വിജ്ഞാപനം സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. വിജ്ഞാപനത്തിലെ അപാകതകൾ സംബന്ധിച്ച പരാതികൾ പരിശോധിക്കുമെന്നും മന്ത്രി. നാവികസേനയിലെ വനിതാ ഓഫീസർമാർ ഇനി യുദ്ധക്കപ്പലുകളിലും. സബ് ലഫ്റ്റനന്റുമാരായ രീതി സിംഗ്, കുമുദിനി ത്യാഗി എന്നിവരാണ് ദക്ഷിണ നാവിക കമാൻഡിൽ യുദ്ധക്കപ്പലുകളിലെ ഹെലികോപ്റ്ററുകൾ പറത്താൻ നിയമിക്കപ്പെട്ടത്. ആദ്യമായാണ് വനിതാ ഓഫീസർമാരെ ഈ ജോലി ഏൽപ്പിക്കുന്നത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3.14 കോടിയായി. മരണം 9,69,000 കവിഞ്ഞു. 2,31,00,000-ലധികം പേർക്ക് രോഗം ഭേദമായി. വൈറ്റ് ഹൌസിലേക്കുള്ള വിലാസത്തിൽ അയച്ച തപാൽ കവറിൽ മാരക വിഷം കണ്ടുപിടിച്ച സംഭവത്തിൽ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. ന്യൂയോർക്ക് കാനഡ അതിർത്തിയിലെ പീസ് ബ്രിഡ്ജിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മാരക വിഷമായ റൈസിൻ അടങ്ങിയ കത്ത് കാനഡയിൽ നിന്നാണ് വന്നത്. വ്യാഴത്തിന്റെ പുതിയ ചിത്രം പുറത്തുവിട്ട് നാസ. ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഭാഗം കൃത്യമായി മനസ്സിലാക്കുന്നതാണ് പുതിയ ചിത്രങ്ങൾ. കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും അടിക്കുന്ന പ്രദേശമാണിത്. വ്യാഴത്തെക്കുറിച്ചുള്ള പുത്തൻ കണ്ടെത്തലുകൾക്ക് ഈ ചിത്രങ്ങൾ സഹായകരമാകും.
2015 ലോകരാഷ്ട്രങ്ങളുമായി ഇറാൻ ആണവ കരാറിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് പിൻവലിച്ച UN ഉപരോധങ്ങൾ സ്വയം പുനഃസ്ഥാപിച്ച അമേരിക്ക UN-നെയും രക്ഷാസമിതിയെയും കൂട്ടുപിടിച്ച് ഉപരോധം തിരികെ കൊണ്ടുവരാനുള്ള നീക്കം പരാജയപ്പെടുകയും ലോകതലത്തിൽ ഒറ്റപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് US-ന്റെ ഏകപക്ഷീയ നീക്കം. UN ഉപരോധങ്ങൾ സ്വയം പുനഃസ്ഥാപിച്ച അമേരിക്കയുടെ നടപടിയെ അപലപിച്ച് ഇറാൻ രാജ്യത്തിനെതിരായ ഏതു നീക്കവും ശക്തമായി ചെറുക്കും. അതേസമയം US തടവുകാരെ വിട്ടയക്കാൻ തയ്യാറാണെന്നും ഇറാനുമേലുള്ള UN ഉപരോധം നീങ്ങുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾ ആശങ്കയിൽ. ഇറാനെതിരെ വീണ്ടും ഉപരോധം അടിച്ചേൽപ്പിക്കുന്നതിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പിന്തുണയില്ലെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. UN രക്ഷാസമിതിയുടെ അനുമതിയില്ലാതെ ഉപരോധത്തെ പിന്തുണയ്ക്കില്ലെന്നും രക്ഷാസമിതിയുടെ അധ്യക്ഷനയച്ച കത്തിൽ ഗുട്ടറസ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ അടിയന്തരമായി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രാജ്യവ്യാപകമായി പ്രതിഷേധത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സർവകക്ഷി യോഗത്തിലാണ് ഇത് വ്യക്തമാക്കിയത്. ഓക്സിജൻ സിലിണ്ടറുകളില്ലാതെ 10 തവണ എവറസ്റ്റ് കീഴടക്കി അത്ഭുതകരമായ വിഖ്യാത പർവ്വതാരോഹകൻ അങ് തിറ ഷെർപ്പ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. 10 തവണയാണ് അങ് റിത എവറസ്റ്റ് കീഴടക്കിയത്. കോവിഡ് വ്യാപനം മൂലം നിർത്തിവെച്ച അന്താരാഷ്ട്ര ഗതാഗതം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്ന ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കാർക്ക് പ്രവേശനം വിലക്കിയേക്കും. പ്രതിദിന കോവിഡ് കേസുകളും മരണവും ഏറ്റവും കൂടുതൽ ഇന്ത്യയിലായതിനാലാണ് ഇളവ് നൽകാത്തത്. കോവിഡിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിലെ വുഹാൻ നഗരം ആഘോഷത്തിമിർപ്പിൽ. പാർക്കുകളും നൈറ്റ് ക്ലബ്ബുകളും തുറന്നു. മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും ഒത്തുകൂടിയത് ആയിരങ്ങൾ. കോവിഡ് വായുവിലൂടെയും പകരാമെന്ന് US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഏജൻസി. വായുവിലെ ഘടകങ്ങളിലൂടെ വൈറസ് പകരാമെന്നും 6 അടിക്ക് അപ്പുറവും പരക്കാമെന്നുമാണ് ഏജൻസിയുടെ പുതിയ കണ്ടെത്തൽ. ടെലിവിഷൻ പരിപാടികളുടെ നിർമ്മാണത്തിൽ സഹകരിക്കാൻ ഇസ്രായേലിനെയും UAE-യിലെയും ചലച്ചിത്ര ഏജൻസികൾ കരാറിലെത്തി. നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിനു ശേഷം മറ്റു വിവിധ രംഗങ്ങൾ സഹകരണത്തിന് ധാരണയായിട്ടുണ്ട്. ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിന് അമേരിക്കയോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ. സുലൈമാനിയുടെ കൊലയാളികളെയും ഉത്തരവാദികളെയും ജീവനോടെ വിടില്ല. എന്നാൽ നിരപരാധികൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാവില്ലെന്നും റവല്യൂഷണറി ഗാർഡ് മേധാവി പറഞ്ഞു. അടുത്ത വർഷത്തേക്ക് 96.2 ബില്യൺ യൂറോ കൂടി കടമെടുക്കാൻ ജർമ്മനി. കമ്മിയില്ലാതെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജർമ്മൻ രീതി ഇതോടെ തുടർച്ചയായ 2ാം വർഷവും മാറ്റിവെക്കുകയാണ്. കൊറോണ പ്രതിസന്ധിയാണ് സർക്കാരിനെ ഇതിനു നിർബന്ധിതമാക്കുന്നത് എന്നാണ് വിശദീകരണം. ബൊട്സ്വാനയിൽ ആനകളുടെ കൂട്ടമരണത്തിന് ഇടയാക്കിയത് ബാക്ടീരിയ. സയനോ ബാക്ടീരിയ വെള്ളത്തിൽ കലർന്നതാണ് ആനകൾ ചരിയാൻ കാരണമെന്ന് സർക്കാർ. ബാക്ടീരിയ വെള്ളത്തെ വിഷമുള്ളതാക്കി മാറ്റിയതായി വൈൽഡ് ലൈഫ് ആൻഡ് നാഷണൽ പാർക്ക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. പൈപ്പ് ലൈനുകളിൽ നിന്ന് എണ്ണ മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ച കപ്പൽ മെക്സിക്കൻ അധികൃതർ പിടികൂടി. കപ്പൽ ജീവനക്കാരായി 21 പേരെ അറസ്റ്റ് ചെയ്തു. എണ്ണ സൂക്ഷിക്കാൻ ഉപയോഗിച്ച വെയർഹൌസ് അടച്ചുപൂട്ടി. US സൈനിക താവളത്തിൽ സാങ്കല്പിക ആക്രമണം നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ച് ചൈനീസ് വ്യോമസേന. ഗുവാമിലെ ആൻഡേഴ്സൺ വ്യോമത്താവളത്തിൽ H-6 വിമാനങ്ങൾ ബോംബ് വർഷിക്കുന്നതിന്റെ സാങ്കല്പിക വീഡിയോയാണ് പുറത്തുവിട്ടത്. ഇംഗ്ലണ്ടിൽ ക്വാറന്റൈൻ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ വൻ പിഴ. 9.5 ലക്ഷം ഇന്ത്യൻ രൂപ വരെയാണ് പിഴ. സെപ്റ്റംബർ 28 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിലാകും. കർഷകരിൽ നിന്നും ശേഖരിച്ച കാർഷികോൽപ്പന്നങ്ങൾ ലേലം ചെയ്തു കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ മലയോരം ജീവകാരുണ്യ മിഷനാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസമാഹരണം നടത്തിയത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് കല്ലാച്ചി ടൗണിൽ വീണ്ടും ലോക്ഡൌൺ നടപ്പിലാക്കുന്നു. അവശ്യവസ്തുക്കൾ വിൽപ്പന നടത്തുന്ന കടകൾ ഉച്ചയ്ക്ക് 1 മണി മുതലും മറ്റ് ഷോപ്പുകൾ മുഴുവൻ സമയം 3 ദിവസത്തേക്ക് അടച്ചിടുന്നതായിരിക്കുമെന്ന് കല്ലാച്ചി യൂണിറ്റ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾ അറിയിച്ചു. കോവിഡ് പ്രതിരോധത്തിനായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്ലാസ്മ ദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്ലാസ്മ ബാങ്കിലാണ് ക്യാമ്പ് നടന്നത്. കോവിഡ് ഭേദമായതിനു ശേഷം 28 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കിയ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് പ്ലാസ്മ ദാനം ചെയ്തത്. തൃശൂർ ജില്ലയിൽ മടങ്ങിവരുന്ന അതിഥി തൊഴിലാളികൾക്ക് ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കി. ഓൾ ഇന്ത്യ ബിൽഡേഴ്സ് അസോസിയേഷനാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ക്വാറന്റൈനിൽ പോകുന്ന തൊഴിലാളികൾക്ക് താമസത്തിനും ഭക്ഷണത്തിനും അടക്കം 8,000 രൂപ വീതം ഓൾ ഇന്ത്യ ബിൽഡേഴ്സ് അസോസിയേഷൻ ചെലവഴിക്കും.
IPL-ൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് ജയത്തോടെ തുടക്കം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചത് 10 റൺസിന്. ബാംഗ്ലൂർ ഉയർത്തിയ 163 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഹൈദരാബാദ് 2 പന്ത് ശേഷിക്കെ 153 റൺസിന് പുറത്താവുകയായിരുന്നു. തുടക്കം ഗംഭീരമാക്കി IPL-ലെ മലയാളി പ്രതീക്ഷ ദേവ്ദത്ത് പടിക്കൽ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി ആദ്യമായി ഇറങ്ങിയ ദേവ്ദത്ത് 42 പന്തിൽ നിന്ന് 56 റൺസ് നേടി. IPL-ൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് ചെന്നൈ. മറുവശത്ത് ജയത്തോടെ തുടങ്ങാനാണ് രാജസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തും സഞ്ജു വി സാംസണും അടക്കമുള്ള താരങ്ങൾ ആദ്യ 11-ലുണ്ടാകും. സഞ്ജു സാംസണിന്റെ ബാറ്റിംഗിന്റെ വലിയൊരു ആരാധകനാണ് താനെന്ന് ഇംഗ്ലണ്ട് താരം ജോസ് ബട്ട്ലർ. IPL-ൽ ഏറെക്കാലമായിട്ടുള്ള താരമാണ് സഞ്ജു സാംസൺ എന്നും പക്വതയോടെ പല അവസരങ്ങളിലും മത്സരങ്ങൾ താരം സമീപിക്കാറുണ്ടെന്നും ബട്ട്ലർ. പ്രീമിയർ ലീഗിൽ ഷെഫീൽഡ് യുണൈറ്റഡിന് തുടർച്ചയായ 2ാം പരാജയം. ആസ്റ്റൺ വില്ല എതിരില്ലാത്ത 1 ഗോളിന്റെ വിജയം നേടി. ആദ്യ പകുതിയിൽ ഷെഫീൽഡ് താരം ഏഗനെ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായിരുന്നു. പോർച്ചുഗീസ് ക്ലബ് സ്പോർട്ടിംഗ് ഫുട്ബോൾ അക്കാദമിക്ക് ക്രിസ്ത്യാനോയുടെ പേര് നൽകി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആദരസൂചകമായി അക്കാദമി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് പേര് നൽകിയത്. ഇതോടുകൂടി ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.